ഇവിടാണോ? എങ്ങനെയുണ്ട് പറ കാര്യങ്ങള്? വെള്ളം മുങ്ങി കഴിഞ്ഞ അവസ്ഥ എന്തുവാ? നടക്കത്തില്ല. രോഗിയുടെ കാര്യം ഭയങ്കര കഷ്ടമല്ലേ? സാധനങ്ങളാണ് റേഷൻ കടയിൽ പോകണമെങ്കിൽ അക്കരെ പോകണം. ആലമ്പൂർ കാണാൻ അവിടെ വരെ വെള്ളം കയറി കാണാം. എവിടെ വരെ? മിണ്ടാടെ മേളിലാണ് ആ കുരിശും കെട്ടിയില്ലേ, അവിടെ വരെ വെള്ളം കയറുതാണ്. അവിടെ വരെ മണ്ണ് കയറി മൂടിപ്പോയത്. ഇവിടെ അല്ലേ അല്ലേ? അവിടെ മണ്ണ് കയറി മൂടിപ്പോയത്. മൂടിപ്പോയതല്ലേ? ഈ കെട്ടം മൂടിപ്പോയത്. ഈ കെട്ടം അല്ലേ? ഇവിടെ താമസം ഉണ്ടായിരുന്ന. അപ്പോൾ എന്തായാലും ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ എന്തായാലും വെള്ളം കയറുന്നതിന് മുന്നേ ഇക്കരെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നാൽ കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് കയറാൻ പറ്റിയില്ല. ഇപ്രാവശ്യമെങ്കിലും ഇപ്പോൾ ഞാൻ പോത്തിനോട് ചോദിക്കുമായിരുന്നേ, പോത്തിനോടെങ്കിലും വേദം ഓതിയിട്ടെങ്കിലും സ്വല്പം മനസ്സറിഞ്ഞായിരുന്നെങ്കിലേ അതെ. പോത്തിനോട് ചോദിച്ചാൽ പോത്ത് ആൻസർ പറയുന്നു, അത് അതിലും നല്ല രീതിയിൽ ആൻസർ പറയുന്നു. അണ്ടാ ചേട്ടനോട് ചോദിക്കാം, ചേട്ടാ ഒന്ന് നിർത്തണേ, ഒന്ന് നിർത്തുമോ? വെള്ളം പൊങ്ങിയാലത്തെ അവസ്ഥ എന്നായിരിക്കും? വെള്ളം പൊങ്ങിയാൽ ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അവിടെ നോക്കിയിരിക്കല്ലേ? സൂയിൽ എന്താ അവസ്ഥയാ? സൂയി പോണ്ട, വേണ്ട, അവിടെ ഇരുന്നാൽ മതി. ഇപ്പം മ്ലാവ് വരെ ഒലിച്ചു വന്നെന്ന് പറഞ്ഞേട്ടെ. പോയില്ല, മ്ലാവ് ഇന്നലെ കണ്ട് ഒലിച്ചു വന്നു. ഒലിച്ചു അല്ലേ? ആരാ കുത്തിവിട്ടെന്നറിയോ? ഫോറസ്റ്റുകാരാ കുത്തിവിട്ടല്ലേ? അടുത്ത് ഒന്ന് ഇത് പോലും ചെയ്തില്ല. ഇല്ല, അത് ചീഞ്ഞറി വന്നത് ഒന്നും ചെയ്യാനൊക്കത്തില്ലായിരുന്നു അല്ലേ? വെള്ളം വെച്ചാലും കൂടുതലുണ്ടായിരുന്നല്ലേ? അപ്പോൾ ജയ്സ, നിങ്ങളുടെ പാർട്ടിക്കാരെല്ലാം കൂടി ഇവിടെ ഒരു വലിയൊരു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയൊരു പരിപാടി നടക്കുന്നതൊക്കെ കേട്ടിരുന്നേ. എന്താണ് 2.5 കോടിയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടേ? എന്താണ്? ഞാൻ ഈ ചേട്ടനോട് ഒന്ന് ചോദിച്ചിട്ട്, ചേട്ടാ ഈ വെള്ളം മുങ്ങിയാലേ എന്നതാ അവസ്ഥ? ഇവിടെ കിടന്നു പോകും, ഇവിടെ കിടന്ന് ചാവുകയുള്ളൂ, അല്ല രക്ഷയില്ല. ഏതെ മരിക്കണേ ഇവിടെ വന്ന് വസ്തു വാങ്ങിച്ചാൽ മതി. ഇവിടെ എളുപ്പമുണ്ട്, ഏറ്റവും എളുപ്പമാണ് ഇവിടെ. സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും എളുപ്പം സ്വർഗത്തിൽ പോകാനുള്ള വഴി ഇതാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ വീട്ടുകാർക്ക് സ്വന്തക്കാർക്ക് ആർക്കും വരണ്ട. ഇത്ര നല്ല സൗകര്യമാണ്. അതാണ്. നാളെ വരുന്ന പറഞ്ഞ പാലം, നാളെ വരുന്ന പറഞ്ഞേ. ഇപ്പൊ വിളിച്ചായിരുന്നു ഞങ്ങൾ, നാളെ വരും പറഞ്ഞു. അല്ല, അതിന് മറുപടി എന്നാ പറയുന്നത്? അല്ല, ഞാൻ പോത്തിനോട് ചോദിച്ച പോത്ത് പറഞ്ഞ പോത്ത് വെക്കുന്നത് പോത്ത് അത്രയെങ്കിലും കാര്യമായിട്ട് സംസാരിക്കുന്നു. എന്നാലും അവസ്ഥയെ ഇവിടെ ജനപക്കാലത്ത് ഇവിടെ തൂക്കുപാലം നിർമ്മിക്കാൻ തുടങ്ങിയതാണ്. അന്നേരത്തേന് പാർട്ടിക്കാരെല്ലാം ഇടപെട്ടു. നാളെ ഇപ്പം പാലം വരും ഇവിടെ. ആരും പിരിവ് എടുക്കണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ തൂക്കുപാലം. അല്ല, ഇപ്പൊ തൂക്കുപാലം എമ്പാണ്ട ഇപ്പം ജനം മൊത്തത്തോടെ വർഷങ്ങൾക്ക് മുമ്പ് തൂക്കുപാലം പണിതതും ജനങ്ങൾ സഹകരിച്ച, അല്ല സർക്കാരിന്റെ ഒന്നുമില്ല. ഈ പള്ളിയിടവക്കാരൊക്കെ വിട്ടു വരുന്നു. എന്താണ് ഈ പാലത്തിന്റെ അവസ്ഥയെ പറ്റി പറയാറുണ്ട്? പാലത്തിന്റെ അവസ്ഥ അടിപൊളിയാ, കൈവരിയൊക്കെ വെച്ച് പിടിപ്പിച്ച് അടിപൊളിയാണ്. ഇത് ജനകീയ പാലമാണ്. ഇതിന് മുന്നേ നമുക്ക് കഴിഞ്ഞ വർഷം തൂക്കുപാലം പണിയാൻ വേണ്ടി എല്ലാം ജനങ്ങളായിട്ട് ചെയ്തതാണ്. സർക്കാർ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ബോർഡല്ലാതെ ഇതുവരെ ഒന്നും ഇവിടെ ആയിട്ടില്ല. ബോർഡിന്റെ അയ്യട്ട് കളിയാണ് ഇവിടെ അല്ലേ? ഇഷ്ടംപോലെ ബോർഡുണ്ട്. 2.5 കോടി രൂപ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ അടുത്ത് ഞാൻ ജയ്സിനോട് ചോദിക്കുന്നത്, ജയ്സ ഈ 2.5 കോടി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് കോൺഗ്രസ് പാലം പണിയാനുള്ള പരിപാടി വല്ലതും ഉണ്ടോ? കോൺഗ്രസ്സുകാരല്ലോ ചെയ്യേണ്ടത്, സർക്കാരിന്റെ സംവിധാനങ്ങളുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? വാർഡ് മെമ്പറുണ്ട്, വാർഡ് മെമ്പർക്ക് വരെ പക്ഷെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയും ഒരു ഫണ്ട് വാർഡ് മെമ്പർക്ക് കിട്ടത്തില്ല ഒരിക്കലും. അതുകൊണ്ട് ഇവിടെ MLA ഉണ്ടല്ലോ. എന്താണ് ഇപ്പോ MLA കൂടെ വന്ന ഇവിടെ ഇവിടെ വന്ന ഈ തൂക്കുപാലത്തിന്റെ അവിടെ വന്നിട്ട് പാലം പണിയാനായിട്ട് ഈ പൈസ അനുവദിക്കുകയും ചെയ്ത. ഈ കേരളത്തില് എങ്ങുമില്ലാത്ത കുറെ പാലങ്ങളുടെ തൂണുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് കിട്ടാതിരുന്നത് നന്നായി എന്നേ ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ ചോദിച്ചത്, റാന്നിയിൽ പാലത്തിന് തൂണ് പണിത് വെച്ചിട്ട് വർഷങ്ങളായി. അതിപ്പം വെള്ളം കയറുന്നത് അത് എന്താ ലെവലായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് പാലം പണിയാൻ വേണ്ടി മനുഷ്യനെ പറ്റിക്കേണ്ട കാര്യമില്ലോ, പറഞ്ഞു പറ്റിക്കണ്ടല്ലോ. ആരുടെ പ്ലാവിലെ കാണിച്ചോട്ട് പോകുന്ന അങ്ങനെ എന്ന് പറഞ്ഞ വ്യവസായം ഇവിടെ. അതൊന്നും പറയാനില്ല. കോഴഞ്ചേരിയിൽ പാലത്തിന് വേണ്ടി തൂണ് പണിതിട്ടേക്കാണ്. പത്തനംതിട്ട ടൗണിൽ എന്താ പിന്നെ ഫ്ലൈ ഓവർ വരുന്നതെന്ന് പറഞ്ഞിട്ട് തൂണുകൾ ഇതൊക്കെ ഒരു പക്ഷേ ഇത് തൂണെങ്കിൽ കാണാതിരിക്കാനുള്ള അവസ്ഥയായല്ലോ അവര്. അപ്പൊ എന്തായാലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവര് അല്ല, നമ്മളതെടുത്തു, വീഡിയോ എടുത്തു. നമ്മൾക്ക് ഇവിടുത്തെ അവസ്ഥ അറിയാവുന്ന ഗുഹ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താ സംഭവം? ഗുഹയല്ല, അത് വെള്ളം. ഞാനിങ്ങനെ വന്നപ്പോ ഗുഹ പോലെ പണിഞ്ഞു വെള്ളം ടാങ്ക. അല്ല, ഇവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നാട്ടിൽ കാണാത്തതായ ഒരു പ്രതിഭാസമാണ്. വെള്ളപ്പൊക്കത്തിന് അത്ര നല്ല പണിയല്ല പോയതായിരുന്നു. അത് അവിടുത്തെ വാട്ടർ ടാങ്ക് ആയിരുന്നു.
വെള്ളപ്പൊക്കത്തിന് പോയത്. പുതമൺ പാലത്തിന് താൽക്കാലിക പാലത്തിന് 35 ലക്ഷം രൂപയാണ് പുതമൺ പാലത്തിന് സർക്കാർ താൽക്കാലിക പാലത്തിന് 35 ലക്ഷം രൂപ. ആ 35 ലക്ഷം രൂപ മതിയായിരുന്നെങ്കിൽ മതിയല്ലോ പുതമൺ പാലത്തിന്റെ. അത് വലിയ പാലമല്ല, കൊച്ചൊരു കലുങ്ക പാലം. നമ്മൾ ആ കലുങ്ക പണിയാൻ 35 ലക്ഷം രൂപ വേണ്ടായിരുന്നു. താൽക്കാലിക പാലത്തിന് 35 ലക്ഷം രൂപ. കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് അത് കയറി മുങ്ങി, ആളുകൾക്ക് പോകാൻ പറ്റാത്ത വാർത്തയായി. ജനങ്ങളെ ദുരിതത്തിലാക്കുക എന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ കൊടുത്ത് പറ്റിക്കുക എന്നുള്ളത് കൊടുത്ത് പറ്റിക്കുന്ന ഒരു ഏർപ്പാടല്ലാതെ വേറെ ഒരു സംഗതി ഇവിടെ നടക്കുന്നില്ല. മനുഷ്യനെ വഞ്ചിക്കുക, പ്രലോഭനങ്ങൾ നൽകി മാത്രം രക്ഷപ്പെടുക. അങ്ങനെ പറയല്ലേ, പ്രലോഭനം ചുമ്മാ പിള്ളേർ തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധരിക്കും, അങ്ങനെ പറയരുത്. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിരന്തരം നമ്മളിവിടെ വന്ന് പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അക്കരെ ഇക്കരെ കയറാൻ പറ്റില്ല, അക്കരെ നിന്നാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇക്കരെ വന്ന് ഒന്ന് കാണാൻ പറ്റി. കാരണം ഇവിടുത്തെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഇപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞ പോലെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഏറ്റവും വലിയൊരു വഴി ഇവിടെ വന്ന് താമസിക്കുകയായിരുന്നു. മഴ സമയത്ത് ഇവിടെ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ ഏത് സ്വർഗത്തിൽ പോകാത്തവരും പിടിയിൽ പാസ്പോർട്ട് വിസ അടിക്കും, നേരെ പരലോകത്തേക്ക് പോകാനുള്ള വഴിയാണ്. എത്ര കുടുംബങ്ങളാണ്? 600 കുടുംബങ്ങളാണ്. എത്ര വോട്ട് കാണും ഏകദേശം? ഇവിടെ 1160 വോട്ട്, 1360 നോട്ടുണ്ടായിരുന്നു. ആൾക്കൊന്ന് 100 രൂപ കിട്ടിയ 10-60,000 രൂപ കിട്ടിയല്ലേ? 25,000 രൂപ കൊടുക്കാറുണ്ട്. 50,000 കൊടുത്തവരുണ്ട്. 50,000 രൂപ വാക്ക് പറഞ്ഞവരുണ്ട്, പകുതി കൊടുക്കുകയും ചെയ്തവരുണ്ട്. അല്ല, പാലം പണി നിങ്ങളുടെ ജനങ്ങളുടെ നേതൃത്വത്തിൽ അത് നടന്നു പോയി. വാഗ്ദാനം നൽകിയതാണ്. എത്ര വർഷമായി? അല്ല, ജനകീയമായതുകൊണ്ട് ഇപ്പോഴും നിൽക്കുന്നു. അല്ലായിരുന്നെങ്കിൽ ഇപ്പം വിള്ളൽ വീഴും. കേരളത്തിലെ ആദ്യത്തെ ജനകീയ പാലമായത്. ഒത്തിരി പൈസ മുടക്കിയിട്ടുണ്ട്. അല്ല, ജനങ്ങൾ പണിതായതുകൊണ്ട് ഇപ്പോഴും ഇത് നിൽക്കുന്നു. അല്ലായിരുന്നെങ്കിൽ എന്താ ഒരു 10 ലക്ഷം രൂപ. അല്ല, ഇത് ഞങ്ങളുടെ നാട്ടിലെ കോസോ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ കോസോ ആണെങ്കിൽ ഇതിന്റെ മേൽഭാഗം ഇളകി പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. കൈവരി അല്ലാതെ പോയിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളുടെ നാട്ടിലെ ഓരോ ലെയർ വെച്ച് ഇളകി പോയിട്ടോ മുക്കം കോസോ. അല്ല, കൈവരി അല്ലാതെ വേറെ പോയിട്ടുണ്ടോ? നടന്നു വരുന്ന കാഴ്ച കൈവരി മാത്രം ഞങ്ങളുടെ ഈ ഓരോ പൊസിഷൻ ഇളകി പോകും. ഇത് ഞങ്ങൾക്ക് പുതിയ പാലം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. MLA വന്ന് വാഗ്ദാനം ചെയ്തു. നാട്ടുകാർ പിരിവെടുത്ത് ഞങ്ങൾ പാലം പണിതായിരുന്നു. പാലത്തിന്റെ രണ്ട് തൂണ് പണിതു കഴിഞ്ഞപ്പോൾ MLA മന്ത്രിയും കൂടെ വന്ന് പറഞ്ഞു പഞ്ചായത്തിന്റെ പെർമിഷൻ ഇല്ല, അതുകൊണ്ട് സർക്കാർ 2,70,00,000 രൂപയ്ക്ക് പാലം ഇതാ പണിത് തരുന്നത് റാന്നി MLA പ്രമോദ് നാരായണൻ ഇവിടെ മൈക്ക് വെച്ചിട്ട് പറഞ്ഞു. ഇപ്പോൾ 1.5 വർഷം ആകാൻ പോകുന്നു. മന്ത്രി സ്കൂളിൽ വന്ന് ഇവിടെ യോഗം വിളിച്ച് മന്ത്രി ഉറപ്പ് തന്നാ. പക്ഷേ ഇപ്പം ഞങ്ങൾ പഴയതുപോലെ ആയി, ഇപ്പം കഷ്ടത്തിലായി. ഇപ്പം വെള്ളം ഇന്നലെ ഈ തൂണ് കവർ ചെയ്തായിരുന്നു. ഈ ബെഡേ കയറിയില്ലെന്നേ ഉള്ളൂ, തൂണ് കവർ ചെയ്തു വെള്ളം ഇന്നലെ ഒരു 11 മണി ആയപ്പോഴത്തേനും. ഇതാണിപ്പം ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ 400 കുടുംബം ഇപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട പോലെ തന്നെ അവസ്ഥയായി മഴ തുടങ്ങിയപ്പോഴേ. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇപ്പോൾ പിള്ളേർക്ക് വള്ളക്കൊടുത്തി പോകാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു 120 സർക്കാർ ജീവനക്കാരുൾപ്പെടെയുള്ളവർ ഇവിടെ താമസമുണ്ട്. അവരിപ്പോൾ അക്കരെ പോകാനായിട്ട് ബുദ്ധിമുട്ടുവാണ്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് 150ഓളം പേര് ആ കടത്തണ്ണ വഴി കിടക്കുമായിരുന്നു. അത് ഞങ്ങൾ കണ്ടായിരുന്നു. ഗർഭിണി വരെ ഉണ്ടായിരുന്നു, ഗർഭിണികൾ വരെ. ഇവിടെ ഒരു ചേട്ടനാണെങ്കിൽ ഒരു ചേട്ടനും സാഹസ്യമായിട്ട് അക്കരെ കിടത്തിയത്. ഇപ്പം ഏത് ചാനലിൽ വീട്ടുകാരാ അത് ആരും ഇവിടുന്ന് പറയുക പോലും ചെയ്തില്ലല്ലേ? എന്നാ പറയാനുള്ളതല്ല ഇവിടെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. വീണ്ടും ഒരു ഒറ്റപ്പെടലിന്റെ ബുദ്ധിമുട്ടിലേക്ക് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ സ്കൂളിൽ വിടുന്ന സമയമാണ് ഇനി വരുന്നത്. ഇനി ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ വരുത്തണം വരെ നമുക്ക് ഭയങ്കര ആദിയാണ്. ഒരു സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഇത് മൂടിക്കഴിഞ്ഞാൽ പിള്ളേരക്കരയായി പോകും. ഇത് ഒന്നും കാണാത്ത അധികാരവർഗത്തോട് ഇത് 5-6 വർഷമായിട്ട് ഇത് തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അധികാരവർഗത്തോട് ഇതിൽ കൂടുതൽ നമ്മൾ എന്താ പറയുന്നത്? ഞങ്ങളൊക്കെ ഒരു ഓട്ടം പോയാൽ നല്ല മഴയാണ് എപ്പോഴും വീട്ടിൽ വിളിച്ചു ചോദിക്കുക, എടീ വെള്ളം കയറി അവിടെ വെള്ളം പാലത്തെ എങ്ങനെയുണ്ട് വെള്ളം? ഇന്നലെ ഞാൻ കോട്ടയം പോയേക്കായിരുന്നു, അവിടെ നല്ല മഴയാണ്. അപ്പം പേടിയാണ് നമുക്ക്, ഇതിൻ്റെ ഫോണൊക്കെ വെള്ളം കയറി നമ്മളെ ബുദ്ധിമുട്ടിലാക്കുമോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും വിളിച്ചു ചോദിക്കും. നമ്മൾ ഒറ്റപ്പെട്ട് പോകുമല്ലേ, അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് കയറാൻ പറ്റില്ല, വീട്ടിൽ കുഞ്ഞുങ്ങളും ഭാര്യയും തന്നെയാണ്. അതുപോലൊക്കെ പ്രായമായ അച്ഛനും അമ്മയും വീട്ടിലുണ്ട്, അവർക്കെല്ലാം അസുഖക്കാരാണ്. ഇവരെയൊക്കെ കാര്യങ്ങൾ നോക്കാനും എടുക്കാനും ഒക്കെ ഇത് പാലം ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് വളരെ. എന്ത് ചെയ്യാനാണ്? ഇത് വരുന്നു, വാഗ്ദാനങ്ങൾ തരുന്നു, അവർ പോകുന്നു. ഈ പറയുന്ന ആൾക്കാർ ഈ മഴ
കാലം വന്നു കഴിഞ്ഞാൽ 2 കോടി 70 ലക്ഷം നോട്ട് അടിച്ചത് ഉണങ്ങിയില്ല. ആ ഓക്കെ, അതുകൊണ്ടായിരിക്കും. ആ ശരി ശരി. അതെ, അതിനെങ്കിൽ പോസ്റ്ററിൽ എത്തണം. അതെ, ഈ റോഡിന്റെ അവസ്ഥയെ പറ്റി ചോദിക്കായിരുന്നു. തീർച്ചയായിട്ടും ചോദിച്ചു. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക. പാലം ഇന്ന് തരാം നാളെ തരാം എന്ന് പറയുന്നതല്ലാതെ ഇതുപോലെ കളിപ്പിക്കുന്ന ഒരു രീതിയായിപ്പോയി. ഇവിടെ ആനപ്പൻ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. പുള്ളി സ്വന്തമായിട്ട് കാശ് മുടക്കി നാട്ടുകാരുടെ നിന്ന് പിരിവെടുത്ത് താഴെ പാലത്തിൻ്റെ പണി ഒരു പകുതി ശതമാനത്തിന് മേളിൽ പണിതു കഴിഞ്ഞപ്പോഴത്തേനും അത് രാഷ്ട്രീയ കളിയിൽ അത് നിർത്തലാക്കിയതിന് ശേഷം ഏതാണ്ട് കോടിക്കണക്കിന് രൂപ ഇവിടെ അനുവദിച്ചു. പിറ്റേ മാസം ഇവിടെ പണി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. ഇതുവരെ പാലവും ഇല്ല. ഇപ്പം ഓൾറെഡി ഇവിടുത്തെ ഒരു കോൺട്രാക്ട് ചെയ്ത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ പാലും ഇല്ല, ഈ പാലും ഇല്ല. അതുമില്ല, ഇതുമില്ല. ഇല്ല, അവസ്ഥ ഇതാണ്. പോകട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. പോകട്ടെ. ഏറെ ഹാപ്പിയല്ലേ? ഇതാണ്, വെള്ളമാണ് വിഷയം, അവസ്ഥ. അതെ, ഇതെങ്കിലും കണ്ടിട്ട് ഈ പാവങ്ങളുടെ, അതായത് അടിപൊളി സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലം. ഞാനിപ്പോൾ അത് പറയുകയും ചെയ്തു ജെയ്സോൺ. ഞങ്ങൾ പെരുന്തൽമണ്ണയുടെ വെള്ളത്തിന്റെ മനോഹാരിതൊക്കെ പറഞ്ഞു, എല്ലാവരും വന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നാണയത്തിൻ്റെ വേറൊരു വശങ്ങളുണ്ട്. ദുരിതം അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനത ഇവിടെ ഉണ്ട്. അത് പ്രത്യേകിച്ച് ഇതൊരു സെറ്റിൽമെന്റ് ഏരിയ ആണ്. ഇത് സെറ്റിൽമെന്റ് ഏരിയ ആയതിന്റെ പേരിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അതോ എല്ലാം പറയാനുണ്ടോ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇഷ്ടം പോലെ ഇവിടെ അധിവസിക്കുന്ന പ്രദേശമാണ്. എന്നിട്ട് പോലും ഒന്നും നടക്കുന്നില്ല. ചുവപ്പ് നാടെ കുടുങ്ങി കിടങ്ങാണ്. അപ്പൊ ചുവപ്പ് നാടെ കുടുങ്ങി കിടക്കുന്ന ഈ കണ്ടില്ല, ഈ പാലമാണ്. അപ്പൊ നമുക്ക് എന്തായാലും അറിയാഞ്ഞിനി മണ്ണി ഒന്ന് പോയിട്ട് ഇതിലേ പോയാൽ ഇതിലേ വരത്തില്ലേ, വരാമല്ലോ. അപ്പൊ ഞങ്ങൾ അതിലേ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കണ്ടു കേട്ട് അറിയാഞ്ഞിനി മണ്ണിന്റെ ഏകദേശം ഒരു മനോഹാരിത ഒന്ന് കാണിച്ചു പോയേക്കാം. ഇവിടെ വരാം അല്ലേ? ആ, ഓക്കെ.